am diagnosed with clinical depression. Like doctor പറഞ്ഞു കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ മെന്റൽ സ്ട്രെങ്ത് കൂടും. I want to get my life back എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഹലോ, ഗുഡ് ഈവനിങ്. ഈവനിങ് ആണ്, അതുകൊണ്ട് ഗുഡ് ഈവനിങ് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു വ്ലോഗ് ഇടുന്നത് ഏത് സമയത്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ജൂൺ 25, 2024 ഡേറ്റ് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഞാൻ കുറച്ച് ലൈക്ക് എഫേർട്ട് എടുത്ത് പല പ്രാവശ്യമായിട്ട് ഷൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് പുറത്ത് വിടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്നത് ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് ഇസ് മൈ ഫസ്റ്റ് വീക്ക്. അതായത് വർക്കൗട്ട് തുടങ്ങിയിട്ട് ഷാനുവിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ഇടയ്ക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വരുന്ന സമയത്ത് അതും ഷാനു തന്നെയായിരുന്നു. അപ്പോൾ ഷാനുവിൻ്റെ അടുത്ത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു, വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്തു. ഐ വോണ്ട് ടു ഗെറ്റ് മൈ ലൈഫ് ബാക്ക് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഒരാഴ്ച അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 5 or 6 days പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 1 വീക്ക് മാക്സിമം അത്രേ ആയിട്ടുള്ളൂ ഞാൻ വർക്കൗട്ട് തുടങ്ങിയിട്ട്. സോ അതിൻ്റെ ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ട്. പക്ഷേ ഞാൻ ഓരോ ആഴ്ചയും എൻ്റെ വ്യത്യാസവും ഓരോ ആഴ്ചയിലെ പ്രോഗ്രസ്സും കൂടെ ഷൂട്ട് ചെയ്ത് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തായിരിക്കും ഇനി ഈ വീഡിയോ വരുന്നത്. ഇത് ഫസ്റ്റ് ആണ്, ഇനി അങ്ങോട്ടുള്ളത് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. സോ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല, കാരണം അത് ഫ്യൂച്ചറിലെ കാര്യമാണ്, ടു ബി ഷൂട്ട്. അപ്പം പുറകോട്ട് പോയപ്പോൾ വീഡിയോ ചെയ്ത് സ്റ്റെപ്പാണ്. ഓക്കെ, അത് ഞാൻ എൻ്റെ ക്യാമറ ഓണാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഈ വർക്കൗട്ട് ടൈമായി 6:30 ആകും ഷാനു ലാബിൽ വരും. ആക്ച്വലി ഇത് ഓൺലൈൻ വർക്കൗട്ടാണ്, കാരണം എനിക്ക് പുറത്തൊക്കെ പോകാനും എന്നെ സംബന്ധിച്ചല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും വർക്കിംഗ് വുമൺ ആണെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് എന്ന് ചിലർക്ക് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് റിസർവ്ഡ് ആയിട്ട് നമ്മളൊരു ഫാമിലി വുമണൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോയി വർക്കൗട്ട് ചെയ്യാനൊക്കെ നമ്മുടെ സമയം ചിലപ്പോൾ അനുവദിച്ചിരുന്ന തരത്തില്ല, നമ്മുടെ മാനസികാവസ്ഥ ചിലപ്പോൾ അനുവദിച്ചിരുന്ന തരത്തില്ല. സോ ഓൺലൈനാണ് എനിക്ക് പ്രിഫറബിൾ ആൻഡ് ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ്. അതുകൊണ്ടാണ് എൻ്റെ ഓപ്ഷൻ എപ്പോഴും ഷാനു. ഷാനുവിനെ സംബന്ധിച്ച് എനിക്ക് വന്ന ആ ഒരു ചേഞ്ച് ഒരു 2 years ബിഫോർ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് വ്യക്തമായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ അറിയാം ആ ഒരു ചേഞ്ച്. എൻ്റെ വണ്ണം ഉണ്ടായിരുന്നതും വർക്കൗട്ടിന് ശേഷമുള്ള എൻ്റെ ആ ഒരു ചേഞ്ചും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. വ്ലോഗല്ല, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദിസ് ഇസ് മൈ ഫസ്റ്റ് വീക്ക്. അപ്പം എൻ്റെ തിരിച്ച് ഹെൽത്തിലേക്കുള്ള വരവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഗ്ലൂക്കോമീറ്റർ ചെയ്തത്. ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചത്. അപ്പം ദിസ് ഇസ് ഫ്രം മൈ ഫേവറേറ്റ് ബ്രാൻഡ്. ഞാൻ അഗാറോടെ പല പ്രൊഡക്ട്സും ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ടതാണിത്. അപ്പം ഞാൻ ഇതൊന്ന് പർച്ചേസ് ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര ഷുഗർ ലെവൽ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ട്. അത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഞാൻ വർക്കൗട്ടും ചെയ്ത് പ്രോപ്പറായിട്ടൊന്ന് റെഡിയാക്കണം. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഷുഗറിൻ്റെ വേരിയേഷൻസ് വരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും നിങ്ങളുടെ കൊച്ചിൻ്റെയിലുണ്ട് ഈ സംഭവം. പക്ഷെ എപ്പോഴും എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തത്. കാരണം വർക്കൗട്ട് ചെയ്യുമ്പോഴും പിന്നെ ഞാനൊരു ഡ്രിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. അപ്പം ഡ്രിങ്ക് കഴിക്കുമ്പം അതുകൊണ്ടാണോ ഷുഗർ ഡൗൺ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അതിനനുസരിച്ച് ഷുഗർ ഇൻടേക്ക് എടുത്തെടുത്ത് പോവാം. പൊതുവേ എനിക്ക് ഷുഗർ ഭയങ്കര ഡൗൺ ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം അത് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ഞാനിപ്പോൾ കാണിച്ചത് ഇപ്പം നോക്കുമ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഇത് അഗാറയുടെ ഒരു സ്ട്രിപ്പാണ്. അതിനകത്ത് നമുക്ക് വരുന്നത് ഒരു മാനുവലുണ്ട്, 10 പീസ് ഗ്ലൂക്കോസ് സ്ട്രിപ്പ് ഉണ്ട്, ലാൻസിങ് ഡിവൈസ്, ഒരു ക്യാരി കേസ് ഉണ്ട്, നല്ലൊരു അടിപൊളി ക്യാരി കേസ് ഉണ്ട്, ബാറ്ററി 10 പീസ് നീഡ്, പിന്നെ ഈ ഒരു മെയിൻ യൂണിറ്റ്, പിന്നെ ഒരു 1 year വാറണ്ടി കാർഡ്. യെസ്, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ കുറച്ച് കോഷൻസ് ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഫോർ സെൽഫ് ടെസ്റ്റിംഗ് ഗ്ലൂക്കോസ് നമുക്ക് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഡു നോട്ട് യൂസ് എക്സ്പയർഡ് സ്ട്രിപ്സ് യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ഡു നോട്ട് റെഫ്രിജറേറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല എന്ന് വെച്ചുകൊണ്ട് സൺലൈറ്റിൽ വെക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ യൂസിങ് കൺസൾട്ട് ദ മെഡിക്കൽ പ്രൊഫഷൻ, അത് ഞാൻ കണ്ടു. പ്രോഡക്റ്റ് ഇൻറ്റൻഡ് ഫോർ പേഴ്സണൽ യൂസ് ഓൺലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ്
നമുക്ക് ബാറ്ററി ഇടാം. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിനകത്തുനിന്ന് ബാറ്ററി എടുക്കുക. ഇതിൻ്റെ ഈ ഒരു സൈഡല്ല, ഈ സൈഡ് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പം കീ എന്നൊരു ശബ്ദം കേൾക്കും. വെയിറ്റ്, പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അടയത്തുമില്ല. ഓക്കെ, നമ്മളിത് എടുക്കുമ്പോൾ തന്നെ ഈ എസും എമ്മും എന്ന് പറയുന്ന സാധനം പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇയറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. മോഡ് മാറ്റി. ഓക്കെ, ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്നിച്ച് പ്രസ് ചെയ്യുക. 19-24. ഓക്കെ, പിന്നെ മോഡ് മാറ്റിയ ഡേറ്റ് ടൈം എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നീഡിൽ സെറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ടേക്ക് 1 നീഡിൽ. ഇതിലേക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക. ടിക്ക് എന്നൊരു ശബ്ദം കേൾക്കും, അതാണ് പ്രോപ്പർ പ്ലേസ്മെൻറ്റ്. ഇനി ഇത് പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഊരിയെടുക്കുക. പിന്നെ ഇത് വെച്ച് കൊടുക്കുക. വെച്ചു. നെക്സ്റ്റ് ഇത് നമുക്ക് എത്രത്തോളം ഡെപ്തിൽ ആ ഒരു ഇഞ്ചക്ഷൻ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ടോട്ടൽ 9 ആണ്, കാരണം ഈ ഇടയ്ക്കുള്ള ഡോട്ട് 3.54 അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഓക്കെ, 5 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പ് ജസ്റ്റ് ക്ലിയർ ചെയ്തെടുക്കുക. ഇതിൻ്റെ ടെസ്റ്റിംഗ് ടൈം വരുന്നത് 5 സെക്കൻഡ്സിൽ നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഓട്ടോമാറ്റിക് കോഡിംഗ് ആണ്. പിന്നെ മെമ്മറി ഏകദേശം 180 മെമ്മറീസ് ഉണ്ട്. അപ്പം നല്ല അത്യാവശ്യം നമുക്ക് പാസ്റ്റ് ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും, നേരത്തെ എത്രയായിരുന്നു ഇപ്പം എത്രയായിരുന്നു എന്നൊക്കെ. ഇനി നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് വെക്കുമ്പം ഈ ഒരു ആരോ ഉണ്ടോ, ഈ ഒരു ആരോ ഗ്ലൂക്കോമീറ്ററിലോട്ട് ഫേസ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്ലഡ് എടുക്കുക എന്നുള്ള സംഭവമാണ്. ഇതെടുത്തിട്ട് ഈ ഒരു ബാക്കിൽ ഈ ഒരു ഇത് കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് പുഷ് ബാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടിക്കെന്നൊരു ശബ്ദം കേൾക്കും. വിടുക, കയ്യിൽ വയ്ക്കുക. ഒറ്റയടി അമ്മേ ബ്ലഡ് ഇട്ടു. എന്താവുമോ എന്തോ. 51. ഇന്ന് കുറച്ചും കൂടെ കുറവാണ് എനിക്ക് ഷുഗർ ലെവൽ കിട്ടിയിരിക്കുന്നത്. നോർമലി 60-70 റേഞ്ചാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി കുറച്ചുകൂടെ കുറഞ്ഞു. ഞാനിപ്പം തൊട്ട് മുമ്പ് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഡൗൺ ആയതായിരിക്കും. നോർമലി എനിക്ക് എപ്പോഴും ലോ ഷുഗർ ആണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് തോന്നാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരൊറ്റ റീസൺ കൊണ്ട് എടുത്തൊരു ഡിസിഷൻ അല്ല. ഒന്ന് ഫിസിക്കൽ കണ്ടീഷൻസ്, 2 മെൻ്റൽ ഇഷ്യൂസ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചിലരൊക്കെ ബോഡി ഷെയിം ഭയങ്കരമായിട്ട് ചെയ്യുമായിരുന്നു. ലൈക്ക് കമൻസിലാണെങ്കിലും അമ്മച്ചി ലുക്കായി, ഭയങ്കര തടിയായി. ആക്ച്വലി അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. ചില സമയത്ത് എനിക്ക് വണ്ണം വെച്ചിരിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ചബ്ബയായിട്ട് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്. അതൊരു വലിയ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അത് അങ്ങനെ ബോഡി ഷെയിം ചെയ്തവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ എം ഡയഗ്നൈസ്ഡ് വിത്ത് ക്ലിനിക്കൽ ഡിപ്രഷൻ. അപ്പോൾ ഡിപ്രഷനുള്ള ഒരാളുടെ ഒരു സൈഡ് ഇഫക്റ്റാണ് ഈ ഒരു വണ്ണം വെക്കുന്നതെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാൾക്ക് തടിയുണ്ട്, അല്ലെങ്കിൽ ഉടനെ അയാളെ ബോഡി ഷെയിം ചെയ്ത് അമ്മച്ചിയെ പോലെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടായിരിക്കും അവർക്ക് തടി വരുന്നത്. ചിലരുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അവളെ കാണുമ്പോൾ എല്ലാവരും കളിയാക്കും, ഭയങ്കര വണ്ണമാണല്ലോ, തടിച്ചിയായല്ലോ. അവർക്ക് PCOD അസുഖമുണ്ട്. അത് ആരെങ്കിലും അറിഞ്ഞിട്ടാണോ ആ കുട്ടി അങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നത്? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും എത്തില്ലെങ്കിലും കുറച്ചൊന്ന് വണ്ണം വെച്ച സമയത്ത് വണ്ണം വെക്കുന്നു, ഈ തടിച്ചി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്ന് അറിയത്തില്ലല്ലോ നിങ്ങൾക്ക്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഡിപ്രഷന് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അത് അതിൻ്റെ സൈഡ് ഇഫക്റ്റാണ്. പിന്നെ ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് ടു മച്ച്. ഡിപ്രഷൻ ഉള്ളവർക്കറിയാം, നമുക്ക് എപ്പോഴും ഫുഡ് കഴിക്കാൻ തോന്നും, പ്രത്യേകിച്ച് സ്വീറ്റ്സിനോട് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. അപ്പം
എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എനിക്ക് ആ ക്രേവിങ്സ് വരുമ്പോൾ എനിക്ക് വാങ്ങിച്ചു തരും. ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാനത് കഴിക്കും. ഒബ്വിയസ്ലി നമ്മളതിന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വണ്ണം വയ്ക്കും. അതായിരുന്നു ആ ഒരു ഫേസ്. അതുകൊണ്ട് എനിക്കങ്ങനെ അത് കേൾക്കുമ്പോൾ, കാരണം എനിക്കറിയാം ദിസ് ഇസ് മൈ സൈഡ് എഫക്റ്റ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തടിച്ച് ലൈഫ് ലോങ് അങ്ങനെ ഇരിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് തന്നെ ലൈക്ക് ഡോക്ടർ പറഞ്ഞു കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ മെൻ്റൽ സ്ട്രെങ്ത് കൂടും എന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊന്ന്, പിന്നെ ഐ വോണ്ട് ടു ലൈക്ക് എന്താ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഫീൽ ചെയ്തു. പിന്നെ പഠിത്തത്തിനും ഒക്കെ നമുക്കൊരു മെൻ്റലി കുറച്ചും കൂടെ ഒന്ന് നമ്മൾ സ്റ്റേൺ ആവാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ഹെൽപ്സ് എല്ലോ. അപ്പം ഒരുപാട് റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. I feel like I'm losing my mind. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do, and when you're making money, make sure you don't spend it too soon. Fuck that, I'll do what I wanna do. I got a different path from everyone and that includes you. Who are you to tell me how to live life? In these times it feels like nobody is right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy, and I don't think you have a clue what could that be. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. ഒരു ഗ്ലാസ് വെള്ളം. ആക്ച്വലി ഇത് വർക്കൗട്ടിനും ഗ്രീൻ ടീ ഡയറ്റൊക്കെ അതൊക്കെ ഷാനുവിൻ്റെ ഡയറ്റ് പ്രകാരമാണ് കേട്ടോ. ഇത് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തം പറയാൻ പറ്റില്ല. ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു തമിഴ് ആക്ട്രസ് ഉണ്ട്, ബിഗ് ബോസിലൊക്കെ വന്നതാണ്. അവർ പറയുന്ന കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ വർക്കൗട്ടിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴത്തേക്കും എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, പെട്ടെന്നൊരു ഫേസിൻ്റെ ഒക്കെ ആ ഒരു എന്താ പറയുക നീരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ പെട്ടെന്ന് മാറി. അപ്പം പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് വെള്ളം. നമ്മൾ ഒരു ഗ്ലാസ് എടുക്കണം, എന്നിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ കരിഞ്ജീരകം. ഇത് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും കരിഞ്ജീരകം. നമുക്ക് ചുക്ക്, ജീരകം കുറച്ച് മതി. ഇതിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആക്ച്വലി ഇതൊക്കെ കുടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഷുഗറിന്റെ കേസ് എടുത്ത് പറഞ്ഞത്. ചിലപ്പോൾ ഇത് ഷുഗർ ഡൗൺ ആവാനുള്ള സാധ്യത എനിക്ക്. ഞാൻ ഇതും ഗ്രീൻ ടീയും എല്ലാം പെട്ടെന്ന് ഞാൻ ഷുഗർ കട്ട് ചെയ്തു എല്ലാം. പിന്നെ ഗ്രീൻ ടീയിലാണെങ്കിലും മണിയാക്കി. മറ്റേത് ഞാൻ നന്നായിട്ട് സ്വീറ്റ്സ് കഴിച്ചിരുന്നു, അത് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയിപ്പോയി ഇത് കഴിച്ചപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഷുഗറിന്റെ കേസ് ചെക്ക് ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. കാരണം എനിക്കിതിൽ സയന്റിഫിക്കലി ഇതിന്റെ വശങ്ങൾ എനിക്ക് പറയാൻ അറിയത്തില്ല. ബിക്കോസ് ഇത് ഞാൻ കണ്ടതാണ് ഇൻസ്റ്റഗ്രാമിൽ. സോ എന്തായാലും ഷുഗർ ഡൗൺ ആക്കുന്നുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ച് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത്. കാരണം 2-3 പ്രാവശ്യം എനിക്ക് ഷുഗർ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് കുടിക്കാൻ. പിന്നെ ഇത് ഞാൻ രാത്രിയാണ് കുടിക്കാറ്. നിങ്ങളുടെ ശരീരം അനുസരിച്ച് നിങ്ങൾ കുടിക്കുക. ഞാനിത് രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് മാറി മാറി ടെസ്റ്റ് ചെയ്ത് നോക്കി. ഗ്രീൻ ടീ രാത്രി ആക്കിയിട്ട് ഇത് രാവിലെ ആക്കി. അപ്പോൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരാത്തതുപോലെ ഫീൽ ചെയ്തു. അത് ടീ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ അപ്പോൾ ഞാനിത് രാത്രിയാക്കി. അതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പോഴൊക്കെ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങളുടെ ശരീരത്തിനൊത്ത് പോകുന്നത്. നമുക്കത് കുറച്ച് 2 ദിവസം കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാവുള്ളൂ. തിളച്ച് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറിയിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഗ്ലാസ്സിനകത്തോട്ട് വയ്ക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ
ട്രേസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രിങ്ക്. കണ്ണടച്ചൊന്ന് കുടിച്ചേക്കുക. ടേസ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. ടേസ്റ്റ് ഒരു വല്ലാത്ത ഒരു ഇതാണ്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് വിത്ത് പ്രോപ്പർ വർക്കൗട്ട് എന്നാണ്. ഇത് മാത്രം കുടിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വിത്ത് പ്രോപ്പർ വർക്കൗട്ട് എനിക്കിത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഷാനുവിൻ്റെ നമ്പറും എല്ലാം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം പുറത്ത് പോയി വർക്കൗട്ട് ചെയ്യാനൊന്നും പറ്റാത്തവരാണെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ കംഫർട്ടിന് നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ബൈ ബൈ, ഗുഡ് നൈറ്റ്.